Are you excited? Are you guys excited? ഒരു 5 പ്രാവശ്യമെങ്കിലും ഛർദ്ദിച്ച് കിളി പോയി നിൽക്കുന്ന ആളോട് ഈ ചോദ്യം ചോദിച്ചാൽ എൻ്റെ ഭാഗത്തും തെറ്റുണ്ട്. ഇനി ഒരെണ്ണം കൂടി താങ്ങാനുള്ള ശേഷിയില്ലാത്തതുകൊണ്ട് അവിടെ ഞാൻ ചോദിച്ചില്ല. എങ്ങനെ നമ്മൾ ജീപ്പ് സഫാരി തുടങ്ങുകയാണ്. കൊളുക്കുമലയിൽ എന്തെങ്കിലുമൊക്കെ കാണാൻ പറ്റുമെന്ന് ഉള്ള പ്രതീക്ഷയിൽ നമ്മൾ പോവുകയാണ്. ഞാൻ പറഞ്ഞത് ഈ നട്ടുച്ചയ്ക്ക് വരാനല്ല, ഞാൻ രാവിലെ ഉണ്ടാവുന്ന പറഞ്ഞു. അല്ല, അവിടെ ജാഗൂർ റോക്ക് എന്തായാലും ഉണ്ട്. അത്രയും തിരക്കാണ്, അത്രയ്ക്ക് മാസ്മരിക വ്യൂ ആണ് ആ സമയത്ത്. വണ്ടി കിട്ടൂല തന്നെ തിരക്കായിരിക്കും. ഏറ്റവും രാവിലെ വന്നു കഴിഞ്ഞാൽ കിട്ടും. ആൾക്കാർ KSRTCയിലൊക്കെ ഈ സൺറൈസ് കാണാൻ വേണ്ടി നമ്മളെ നാട്ടിൽ നിന്ന് വരുന്നുണ്ട്. ഇതൊക്കെ നല്ല റോഡാണല്ലോ. 6 കിലോമീറ്റർ നല്ല റോഡും 6 കിലോമീറ്റർ ഓഫ് റോഡുമാണെന്നാണ് നമ്മുടെ ഡ്രൈവർ ചേട്ടൻ പറഞ്ഞിട്ടുള്ളത്. ഇത് നല്ല റോഡാണ് അമ്മ, ഓഫ് റോഡൊന്ന് കഴിഞ്ഞിട്ട്. ഇത് നല്ല റോഡാ. So we are waiting for the off-road. പിന്നെ ഉറപ്പ് കിട്ടും. വെയിലത്തൊക്കെ ഇങ്ങനെ ഒറ്റയ്ക്ക് വരാൻ ബോറായിരിക്കും. ഇത്ര ദൂരം വേണ്ട. വെയില് തൊടുന്ന ആൾക്കാര് പോയത് അവിടെ എത്തിയോ? എവിടെ വീശപ്പുലിമല? ഇതാണോ വീശപ്പുലിമല? ചേട്ടൻ പറഞ്ഞിട്ട് വണ്ടി എടുക്കണേ, ഫോൺ തെറിച്ചു പോകും. ഇതാ വീശപ്പുലിമല. ഇതിലാണ് ദേവു കയറിപ്പോയെന്ന് പറഞ്ഞേ. ഇതാണ് മീശപ്പുലിമല എന്നാണ് ചേട്ടൻ പറയുന്നത്. പുലിയുടെ മീശ പോലെ, അതുകൊണ്ടല്ലേ വീശപ്പുലിമല. അങ്ങനെ നമ്മൾ കൊളുക്കുമലയിലേക്കുള്ള യാത്രയിലാണ്. ഈ കൊളുക്കുമല എന്ന് പറയുന്ന സ്ഥലം റീസെൻ്റ്ലി ഇൻസ്റ്റാഗ്രാമിൽ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു സ്പോട്ടാണ്. അപ്പോൾ ഇവിടുത്തെ സൺറൈസാണ് ഏറ്റവും കൂടുതൽ സഞ്ചാരികളെ ഇങ്ങോട്ട് ആകർഷിച്ചിട്ടുള്ളത്. എല്ലാവർക്കും അതെങ്ങനെയാണ് ഫീൽ ചെയ്യുന്നതെന്ന് അറിയില്ല, പക്ഷെ പ്രകൃതി സ്നേഹികൾക്ക് അതൊരു വൺസ് ഇൻ എ ലൈഫ് ടൈം എക്സ്പീരിയൻസ് തന്നെയാണ്. അത്രയും ഭംഗിയുള്ള ഒരു അനുഭവമാണത്. യോബിന്റെ പുസ്തകത്തിലെ അലോഷിയുടെ വീടാണ് അതിൻ്റെ ഇടയിൽ കാണുന്ന നീല നിറം എന്നാണ് ചേട്ടൻ പറയുന്നത്. തമിഴ്നാട്ടിലെ തേനി ഡിസ്ട്രിക്റ്റിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്യേണ്ടത് ഈ കൊളുക്കുമലയിൽ എത്താനായിട്ട്. അപ്പോൾ ഒരുപാട് ടീ പ്ലാന്റേഷൻസിൻ്റെ നടുവിലൂടെയാണ് അങ്ങോട്ടുള്ള വഴി. ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയിട്ടുള്ള ടീ സ്റ്റേഷനുകളിലൊന്ന് ഇവിടെയാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഞങ്ങളുടെ ഡ്രൈവർ ചേട്ടൻ ഓരോ കാര്യങ്ങൾ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ യാത്രയിൽ നമ്മൾ അവിടെ ആ ഒരു എന്താ പറയണ്ടേ, പ്ലാന്റേഷൻ്റെ അല്ലെങ്കിൽ ടീ ഫാക്ടറിയുടെ അവിടെ വിസിറ്റ് ചെയ്തിട്ട് ഒന്ന് വേണം പോകാൻ. അവിടെ എന്തോ ഒരു ഫോർമാലിറ്റി ഉണ്ടായിരുന്നു. പക്ഷേ നമ്മൾ ഓൾറെഡി ഊട്ടിയിലെ ടീ ഫാക്ടറിയൊക്കെ ഒരുപാട് തവണ എല്ലാവരും കണ്ടിട്ടുള്ളത് കൊണ്ട് അവിടെ കയറാതെ നമ്മളുടെ യാത്ര, അവിടുത്തെ ആ ഒരു ഫോർമാലിറ്റി ഡ്രൈവർ അണ്ണൻ കംപ്ലീറ്റ് ചെയ്തിട്ട് നമ്മൾ അകത്ത് കയറാതെ നമ്മളുടെ യാത്ര കണ്ടിന്യൂ ചെയ്യുകയാണ് ചെയ്തത്. മോളെ നല്ല രസമല്ലേ? ഫോട്ടോ എടുത്ത് വെക്കി, ഫോട്ടോ എടുക്കാൻ പറ്റിയ ഡ്രൈവർ ചേട്ടൻ അവിടെ കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഓഫ് റോഡ് തുടങ്ങാൻ പോവാണെന്നാണ് ഡ്രൈവർ ചേട്ടൻ പറയുന്നത്. ചേട്ടാ വെള്ളം അങ്ങനെ പോണു, വേസ്റ്റ് ആവണുണ്ട്. ഇതാണ് ഞങ്ങളുടെ ഓഫ് റോഡ്. എന്താ മണിയെ, നിനക്ക് റൈഡിൽ കയറണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു? ചേട്ടാ ബ്രേക്കൊക്കെ ഇല്ലേ? നിങ്ങൾ എവിടെ ലൈസൻസ് എടുത്തതെന്ന് പറഞ്ഞു. ലൈസൻസ്
ഫ്രണ്ടിൽ നിന്ന് ഒരാളും കൂടി വീഡിയോ എടുക്കും. തരാൻ പറ്റുമെന്ന് വെച്ചേക്കാം. ബാക്കിൽ വരുന്ന ആൾക്കാരോട് അവിടെ എനിക്ക് ഇഷ്ടമാണ് ഓലിട. വേണമെങ്കിൽ ആരെങ്കിലും ഇപ്പൊ നമ്മളും കൊടുക്കാം. ഞാൻ എടുക്കുന്നുണ്ട്. അന്നേ വീഡിയോ ഇത് ബ്ലെസ്സിംഗ് അല്ലാട്ടോ, ഇത് വേറെ ടീമാ. നമ്മുടെ ബ്ലെസ്സിങ്സ് ആയിരുന്നല്ലോ. ഇവിടേക്ക് കൊടുക്കണം. ഈ ചേട്ടൻ ഞാൻ തിരിക്കണമെന്നില്ലല്ലോ. ഇവരൊന്ന് ഓടിടുന്നു ചോദിക്കും ചേച്ചി. ഈ ജീപ്പ് സഫാരി തന്നെ ആ ഒരു കൊളുക്കുമലയിലേക്കുള്ള യാത്രയുടെ ഒരു മെയിൻ അട്രാക്ഷനാണ്. അപ്പോൾ കഴുത്തിൽ ക്രോണിക് സ്പോണ്ടൈലോസിസ് ഉള്ള ആളാണ് അമ്മ. കോളറൊക്കെ ഇട്ടിട്ടാണ് ഇരിക്കുന്നത്. എന്നിട്ടും ഓരോ ചാട്ടവും കുഴിയൊക്കെ ആയി പോകുമ്പോഴും അമ്മയോട് ചോദിക്കുമ്പോൾ അമ്മ ഓക്കെ ആയിരുന്നു. അമ്മ അത് എൻജോയ് ചെയ്യായിരുന്നു ആ യാത്ര. ഒരു വണ്ടിക്കാരി വന്ന ഒരു വണ്ടിക്കാരി പോകണം, അങ്ങനെയാണ്. അയ്യോ മലയാളിയായിരുന്നു. അങ്ങനെയാണ് നമുക്ക് ഫോട്ടോ എടുക്കാനായിട്ട് ഒരു സ്ഥലത്ത് നിർത്തി തന്നിരിക്കുകയാണ്. വ്യൂ പോയിന്റ്. പേരെന്താണ്? ഈ അണ്ണനെ കുറിച്ച് എടുത്ത് പറയാതെ വയ്യ കേട്ടോ. ഞങ്ങൾക്ക് എന്താണെന്നറിയില്ല, നമ്മളെ വണ്ടിയിൽ അവിടെ ചെന്നിറങ്ങി ഈ സഫാരിയുടെ ജീപ്പുകളൊക്കെ നിർത്തിയിടുന്ന സ്പോട്ടിൽ ചെന്നിറങ്ങി. അപ്പോൾ നമ്മളടുത്ത് ഇങ്ങോട്ട് വന്ന് സംസാരിച്ചതാണ് ഈ അണ്ണൻ. അങ്ങനെ നമ്മൾ ഇയാളുടെ വണ്ടിയിൽ കയറി. അപ്പോൾ ഒന്ന് നമ്മൾ ഫുൾ ബഹളമായിരുന്നു, അതുകൊണ്ടാണോ എന്നറിയില്ല, നമ്മൾ അങ്ങോട്ട് ഓരോ സംശയങ്ങളൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആളും ഭയങ്കര എന്തൂസിയാസ്റ്റിക്കായിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നു. ആൾ ഫോണിലെടുത്ത ഫോട്ടോസ് കാണിച്ചു തന്നു. നമുക്ക് ഓരോ വ്യൂ പോയിന്റിലൊക്കെ നിർത്തി കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു. അപ്പോൾ പല പല സംശയങ്ങൾ ചോദിക്കുന്നുണ്ടായിരുന്നു, കാട് കയറിയ സംശയങ്ങൾ. ഇതൊക്കെ ആരുടെ തേയിലത്തോട്ടമാണ്, ഇവിടുത്തെ പശുക്കൾ ആരുടെയാണെന്ന് വരെയൊക്കെ സംശയങ്ങളുണ്ടായിരുന്നു. അപ്പോൾ പൊട്ട സംശയമാണെങ്കിലും നല്ല സംശയമാണെങ്കിലും എല്ലാത്തിനും അതിൻ്റേതായ രീതിക്ക് നമുക്ക് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ടായിരുന്നു ആൾ. ആ ചെയ്യുന്ന ജോലിയോടുള്ളൊരു പാഷൻ ആളുടെ ആക്ടിവിറ്റീസിൽ ക്ലിയർ ആയിരുന്നു. അപ്പോൾ നമ്മളെന്തോ ഒരു ലക്ക് കൊണ്ടാണ്, മേ ബി അത് ആളുടെ ഒരു ബിസിനസ്സിൻ്റെ ഒരു സ്ട്രാറ്റജി ആയിരിക്കാം. പക്ഷെ എന്തായാലും ഇനിയിപ്പോൾ ഒരാൾ ഈ ട്രിപ്പിൽ ഞങ്ങളെ കൂടെ ഉണ്ടായിരുന്ന ആരോട് ചോദിച്ചാലും ഞങ്ങളെല്ലാവരും ഈ അണ്ണനെ തന്നെ റെക്കമെൻഡ് ചെയ്യും. ആളുടെ കോൺടാക്ട് നമ്പറും ഞങ്ങൾ വാങ്ങി സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത്രയും നല്ല സർവീസായിരുന്നു ആളുടെ. നമ്മളെല്ലാവരും ഒരു ഹൈ ഓൺ എനർജി ആയതുകൊണ്ടാണോ എന്നറിയില്ല, ആൾ പറഞ്ഞു 2 വഴിയുണ്ട് പോകാൻ ഇനി അങ്ങോട്ട്, നമുക്കതിൽ ടഫസ്റ്റ് റൂട്ടിലൂടെ തന്നെ പോയി നോക്കാമെന്ന്. അങ്ങനെ നമ്മൾ ഒരു ടഫായിട്ടുള്ള വഴികളിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അണ്ണൻ പറഞ്ഞത് പോവാൻ കുറച്ച് പാടാണ്, പക്ഷെ ഞാൻ എങ്ങനെയെങ്കിലും കൊണ്ടുപോകാം എന്നാണ്. നമ്മളവിടെ എത്തുന്നത് നമ്മൾ വിചാരിക്കുന്നു. 12 കിലോമീറ്റർ ഒക്കെ കഴിഞ്ഞില്ലേ, ഇതൊക്കെ തിരിച്ചിറങ്ങണ്ടെന്ന് നമ്മുടെ ഡ്രൈവർ ചേട്ടൻ വളരെ നല്ലൊരു മനുഷ്യനാണ്. എല്ലാ കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ടോ. സൗണ്ട് എഫക്റ്റ് വേണ്ടേ? അല്ലല്ല, ചളിയാ ചളിയോ? ഇത് റോഡല്ലേ, ഓഫ് മാത്രം. ഇത് അവിടെ നിന്ന് കുറച്ച് വീഡിയോ എടുക്കാൻ പറ്റും. കല്ലുമ്പോ പോണ പോലെ അല്ല.
അപ്പോൾ നമുക്ക് സൺറൈസ് കാണണമെങ്കിൽ നമ്മൾ ഈ സമയത്ത് വന്നാൽ പോരാ. എന്തായാലും 4 മണിക്ക് പുലർച്ചെ 4 മണിക്ക് നമ്മൾ ജീപ്പിൻ്റെ സ്പോട്ടിലെത്തണം, സഫാരിയുടെ സ്റ്റാർട്ടിംഗ് പോയിന്റിലെത്തണം. അവിടെ നിന്ന് നമുക്ക് ഇൻഡിവിജ്വലായിട്ടൊരു ജീപ്പ് എടുക്കുക, അല്ലെങ്കിൽ ഷെയർ ചെയ്തിട്ടൊക്കെ കയറിയിട്ട് ഇവിടെ എത്തണം. 6 മണി ആകുമ്പോഴേക്കും മേലെ എത്തിയാലാണ് നമുക്ക് സൺറൈസ് കാണാൻ പറ്റുള്ളൂ. പക്ഷേ ആ സമയത്ത് വരുമ്പോൾ നമ്മൾ ഈ കാണുന്ന കാഴ്ചയൊന്നും നമുക്ക് കാണാൻ പറ്റില്ല. വളരെ നാരോ ആയിട്ടുള്ള വഴിയിലൂടെയാണ് നമ്മൾ വരുന്നത്. ആ വഴി ഒന്നെല്ലാരും നോക്കിക്കേ, ആ വഴി നോക്കേ, പിന്നിലേക്ക് നോക്ക്, എല്ലാരും പിന്നിക്ക് നോക്ക്. അവിടെ നോക്കിയിട്ട് അമ്മ തല തിരിച്ച, അമ്മ തല തിരിച്ച. അത് വീഡിയോ എടുക്കണമായിരുന്നു കേട്ടാ. വഴിയല്ലേ നിങ്ങൾ ഇവിടെ വന്നിട്ട് നോക്കണോ? ഞങ്ങളെല്ലാം കണ്ടു. സ്വർഗവും നരകവും എപ്പോഴും സ്വർഗം കാണാൻ കല്യാണം കഴിഞ്ഞാലും ഞാൻ വരും തല്ലുവിടുമ്പോ. എനിക്ക് വേണം, ഞാൻ വേണം, ഇത് വേണം തീരുമാനിക്കും. ഇതില് എന്നെ വേണമെന്ന് നട്ട ചോദിച്ചത് ഇഷ്ടായി. ട്രക്കിംഗ് ഉണ്ടോ? എനിക്കൊരു തേയിലെന്നുള്ളണം ആ ചേച്ചിയുടെ കൂടെ. മറ്റേ കൊട്ട ഉണ്ടണോ? കൊട്ട അത് നമുക്ക് അമ്മൂറിനാളിന്റെ പാട്ടായിരുന്നു. വേറൊരു ജീപ്പുമായി കൂട്ടിമുട്ടിയിരിക്കുകയാണ്. ഇവിടുന്ന് എങ്ങനെ വണ്ടി എടുക്കും എന്നറിയില്ല. നീ എന്റെ പിന്നിൽ വേറൊന്നും കൂടി വരുന്നുണ്ട്. അവരവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഇവര് ലഗേജ് ഒക്കെ എടുത്തിട്ട് എവിടുന്നാ പറഞ്ഞു? അങ്ങനെ ആരും ഇല്ലേ? ബാക്കില് മൊത്തം ലഗേജ്. കൊളുക്കുമലയിലേക്കായിട്ട് വന്നതായിരിക്കും. ഇന്നലെ രാത്രി നല്ല ടെൻസ്റ്റ് ഒക്കെ എടുത്തിട്ട് ഇറങ്ങിയപ്പോ നമ്മൾ ഇവിടെ എത്തിയിരിക്കുകയാണ്. ഈ അണ്ണൻ ആ ഫോട്ടോ കാണിച്ചു കൊടുക്കണം കൂടി എന്റെ വ്ളോഗിൽ എടുക്കണായിരുന്നു. നമ്മളിപ്പോ പോകുന്നത് അങ്ങനെയാണ്. ഇതൊക്കെ ഡിസംബർ ജനുവരി ഇങ്ങനെ കിട്ടുള്ളൂ. ഗ്ലോറി പെട്ടൊക്കെ ഈ സാധനം നമ്മള് ഇവിടുന്ന് കടയിൽ നിന്ന് ഇങ്ങനെ ഒരു കെട്ട് വാങ്ങൂലേ? 1.5 മണിക്കൂർ 2 മണിക്കൂർ അങ്ങനെ ഫൈനലി നമ്മൾ കുളുക്കുമലയുടെ ആ പോയിന്റിൽ എത്തിയിരിക്കുകയാണ്. പക്ഷെ നമ്മൾ ഈ സൺറൈസൊക്കെ കാണുന്ന സൺറൈസ് പോയിന്റിൽ എത്തിയിട്ടില്ല. അതിനി കുറച്ചുകൂടി നമ്മൾ ട്രെക്ക് ചെയ്യണം. വണ്ടി ഇവിടെ വരെയാണ് വരുന്നത്. അപ്പോൾ അണ്ണനോട് ഓരോ കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് കുളുക്കുമലയുടെ ക്യാമ്പിംഗ് സൈറ്റാണ്. അപ്പോൾ നമുക്കിവിടെ ഈ 10 സ്റ്റേസ് ബുക്ക് ചെയ്തിട്ട് ഇവിടെ രാത്രി ചിലപ്പോൾ ഇങ്ങനെയാണ്. അവിടെ ഫെസിലിറ്റീസ് വേറെ എന്തൊക്കെയാണ് പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് അറിയില്ല. അവിടെ ക്യാമ്പ് ഫയറിൻ്റെയൊക്കെ അവശിഷ്ടങ്ങൾ കാണുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ ടെൻറ്റിൽ നിന്ന് രാവിലെ എണീറ്റ് അവർക്ക് കാണാൻ പറ്റുന്ന വ്യൂ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. സച്ച് എ ഹെവൻലി വ്യൂ. അവിടുത്തെ ആ ഒരു ഫ്രഷ് എയറും ആ കിളികളുടെ ശബ്ദവും അതൊരു അത്രയും പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഫീലാണത്. അപ്പോൾ ഞങ്ങൾ സ്റ്റേ ചെയ്തിരുന്നത് ഇവിടെ നിന്നൊരു 1 hour ഡിസ്റ്റൻസ് ഉള്ള സ്ഥലത്തായിരുന്നു സ്റ്റേ ചെയ്തത്. അപ്പോൾ നമുക്ക് എന്തായാലും സൺറൈസ് കാണുക, അത് ഫാമിലിയിൽ പല ഏജിലുള്ള ആൾക്കാരുള്ളൊരു ഗ്രൂപ്പായിട്ട് വരുമ്പോൾ അവിടുന്ന് 4 മണിക്ക് ജീപ്പ് പോയിന്റിൽ എത്തണമെങ്കിൽ 3 മണിക്ക് എഴുന്നേറ്റ് വരിക എന്നുള്ളത് ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ശരി, എല്ലാവരും കിടന്നുറങ്ങി ക്ഷീണമൊക്കെ മാറിയിട്ട് സൗകര്യം പോലെ എണീറ്റ് അറ്റ്ലീസ്റ്റ് ഈ വ്യൂ പോയിന്റ് കാണാം സൺറൈസ് കണ്ടില്ലെങ്കിലും എന്ന് പറഞ്ഞ് ഞാൻ കൺവിൻസ് ചെയ്ത് ഇവരെല്ലാവരെയും കൊണ്ടുവരികയായിരുന്നു. പക്ഷെ വന്നതിൽ ആർക്കും നഷ്ടബോധമൊന്നും ഇല്ല എന്നുള്ളത് എനിക്ക് 100% ഉറപ്പാണ്. പ്രത്യേകിച്ച് അമ്മയ്ക്ക്. അമ്മ ഈ കഴുത്ത് വേദനയും ഒക്കെ വെച്ചിട്ടും അമ്മ അത്രയും ഹാപ്പി ആയിട്ടാണ് ജീപ്പിലിരുന്ന് വന്നത്. പക്ഷെ ഇവിടെ എത്തിയപ്പോഴേക്കും ഫോട്ടോ എടുക്കാനുള്ള ആൾക്കാരുടെ ഒരു വിഭ്രാന്തിയിലാണ്. അത് കണ്ടിട്ടാണ് അവരവിടെ വിജൃംഭിച്ച് നിൽക്കുന്നത്. അപ്പോൾ ഇത് ഒരു വ്യൂ പോയിൻ്റാണ്, ഒരു ഫോട്ടോ പോയിൻ്റാണ്. അവിടെ കാണുന്നതൊക്കെ മീശപ്പുലി മല എന്നാണ് നമ്മൾ അണ്ണൻ പറഞ്ഞത്.
അതിലേക്കും ട്രക്ക് ചെയ്ത് പോകുന്ന ആൾക്കാരുണ്ട്. അപ്പം ഇപ്പോൾ ഞങ്ങൾ പാസ് ചെയ്യുന്ന സമയം ഒരു 10-11 മണിയൊക്കെ ആകുന്ന സമയമാണ്. പക്ഷെ അപ്പോഴും കോടമഞ്ഞ് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, അത്രയും വിസിബിളായിട്ടാണ് കോട ഉള്ളത്. ഒരു വെയിലുമുണ്ട്, ചില സമയത്ത് മഴ, ചില സമയത്ത് വെയിൽ, അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും എല്ലാവർക്കും നല്ല വിശപ്പ് വന്നു. അപ്പോൾ ഞാൻ മാത്രം മന്ദഗതിയിലായതുകൊണ്ട് കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ബാക്കി എല്ലാവരും കഴിക്കലൊക്കെ കഴിഞ്ഞിരുന്നു. വീഡിയോ എടുക്കാനൊന്നും ഗ്യാപ്പ് കിട്ടിയില്ല. അങ്ങനെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് നമ്മൾ ജീപ്പിൽ തന്നെ കുറച്ച് ദൂരം കൂടി പോയി. അത് വല്ലാത്തൊരു ഓഫ് റോഡ് സ്ഥലമായിരുന്നു. അവിടെ നിന്ന് വേറൊരു ജീപ്പ് ഇങ്ങോട്ട് വന്നപ്പോൾ അണ്ണൻ കുറച്ച് കഷ്ടപ്പെട്ടായാലും അതവിടെ ഒതുക്കി. പിന്നെ ഇനിയുള്ള ദൂരം നമ്മൾ നടന്നാണ് പോകേണ്ടത്. ചെറിയൊരു ട്രെക്കിങ്ങിൻ്റെ ആവശ്യമുണ്ട്. അപ്പം ചെറിയ ഇങ്ങനെ ഒരു കാട്ടുവഴി പോലത്തെ വഴിയിലൂടെ നമ്മൾ കയറി പോവാണ്. അപ്പോഴേക്കും നല്ല ഇങ്ങനെ നമ്മൾ നടക്കുന്തോറും തണുപ്പ് കൂടി വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഫൈനലി ഇപ്പോൾ നമ്മളെ ഈ സൺറൈസ് പോയിന്റിലേക്ക്, ജാഗ്വർ റോക്കുള്ള അല്ലെങ്കിൽ പുലിപ്പാറയുള്ള ആ ഒരു വ്യൂ പോയിന്റിലേക്കാണ് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സൈഡിലൊക്കെ നല്ല കോട കാണാം. രാവിലെ വരുമ്പോൾ നമുക്ക് സൺറൈസ് കാണാമെന്നുണ്ടെങ്കിലും ഈ നമ്മൾ ഏത് വഴിയിലൂടെ നടക്കുന്നതെന്നൊന്നും കാണാൻ പറ്റുന്നുണ്ടാവില്ല. ഒരു ഇരുട്ട് പിടിച്ച സമയത്താണല്ലോ നമ്മൾ വരിക. അപ്പം നമുക്കിപ്പോൾ എന്ത് സംഭവിച്ചാലും അതിൻ്റെ പോസിറ്റീവ് സൈഡ്സ് കാണാൻ ശ്രമിക്കുന്നതല്ലേ നല്ലത്. അപ്പോൾ അങ്ങനെ ആലോചിക്കുമ്പോൾ നമ്മൾ സൺറൈസ് കാണാനാണ് വരുന്നതെങ്കിൽ നമുക്ക് ഇതൊന്നും ഇങ്ങനെ ഒരു ക്ലിയർ ആയിട്ടുള്ള വ്യൂ കിട്ടില്ല. നമ്മൾ ഏതോ ഒരു വഴിയിലൂടെ നടന്നു വരുന്നു, അവിടെ വെയിറ്റ് ചെയ്ത് സൺറൈസ് കാണുന്നു. പിന്നെ തിരിച്ച് പോകുന്നതാണെങ്കിൽ വേറെ റൂട്ടാണ്. അപ്പോൾ നമ്മൾ വന്ന വഴി നമുക്ക് തിരിച്ചിറങ്ങുന്ന സമയത്ത് കാണാൻ പറ്റില്ല. അപ്പോൾ ആ രീതിക്ക് ചിന്തിക്കുമ്പോൾ ഇതൊരു നല്ല കാര്യമാണ്. സൺറൈസ് കാണാൻ നമുക്ക് വീണ്ടും ഒരു പ്രാവശ്യം കൂടി വരാം. അപ്പോൾ നടന്ന് ഏകദേശം അതിൻ്റെ വ്യൂ പോയിൻ്റൊക്കെ അടുത്തെത്താറായപ്പോഴേക്കും നമ്മളെ ബബ്ലു കരച്ചു തുടങ്ങി. അപ്പോൾ അവൻ ഒട്ടും സമ്മതിക്കാണ്ടായപ്പോൾ അപ്പൂനും ആരതിക്കും തിരിച്ച് ഇറങ്ങേണ്ടി വന്നു. അതൊരു കഷ്ടമായി പോയി. ഞങ്ങൾ എന്താ പറയുക, നമുക്കും പിന്നെ ഒരു പോയിൻ്റ് കഴിഞ്ഞപ്പോൾ കൺഫ്യൂഷനായി പോകണോ വേണ്ടേ എന്നുള്ളത്. കാരണം മഴ പെയ്യാൻ തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ. പക്ഷെ അണ്ണൻ, ഞാൻ നേരത്തെ പറഞ്ഞ നമ്മളെ ഡ്രൈവർ അണ്ണൻ ഉള്ളത് കൊണ്ട് മാത്രമാണ് പക്ഷേ നമ്മൾ അവിടെ എത്തിയതും വ്യൂ പോയിൻ്റ് കണ്ടതും. ആൾ പറഞ്ഞു കുഴപ്പമില്ല, മഴ സ്ട്രോങ് ആവുന്നതിന് മുന്നേ നമുക്ക് കണ്ടിട്ട് വരാം, വെയിറ്റ് ചെയ്യണ്ടെന്ന് പറഞ്ഞിട്ട് ആളെല്ലാവരെയും കൈ പിടിച്ച് ഫ്രണ്ടിൽ നടക്കുമായിരുന്നു. മഴ കുറച്ച് സ്ട്രോങ് ആയപ്പോൾ ഒരു പോയിന്റിൽ നമ്മൾ തിരിച്ചറിഞ്ഞാലോ എന്ന് ആലോചിച്ചെങ്കിലും അണ്ണൻ്റെ ഒരു എൻകറേജ്മെന്റ് കാരണം അമ്മയും 8 സോണിലുള്ള 2 പേര് ഇത്രയും ട്രക്ക് ചെയ്തതിൻ്റെ മേലെ വരെ വന്നിട്ട് വ്യൂ പോയിന്റ് കാണാതെ പോകണ്ടെന്നും കൂടി കരുതിയിട്ടാണ് നമ്മൾ മഴയും മഞ്ഞൊന്നും നോക്കാതെ പോയി ആ വ്യൂ പോയിന്റിലെത്തി. അത് കണ്ടു. അവിടെ നിന്ന് കുറേ ഫോട്ടോസൊക്കെ, അണ്ണനാണ് ഫോട്ടോ ഒക്കെ എടുത്തുന്നത് കേട്ടോ. അപ്പോൾ അണ്ണനും അതിന് താങ്ക്സ് പറഞ്ഞാൽ മതിയാവൂ. നമ്മളിത് മതി അണ്ണ, അത് മതി, തിരിച്ച് ഇറങ്ങാമെന്ന് പറയുമ്പോൾ ആൾ പറയുന്നത്, നിങ്ങൾ ഇത്രയും ദൂരം മേലെ കയറി വന്നിട്ട് നല്ലൊരു ഫോട്ടോ അല്ല എടുത്തതെങ്കിൽ നിങ്ങൾ കുറച്ച് കഴിയുമ്പോൾ ഇത് ഡിലീറ്റ് ചെയ്ത് കളയും. അപ്പോൾ ഫോട്ടോ എടുത്തിട്ട് പോവാം. വീഡിയോ താങ്ക് യു സോ മച്ച്. അങ്ങനെ നമ്മൾ കൊളുക്കുമലയിൽ ജാഗ്വർ റോക്സിന്റെ ചാടിയിട്ട് നീങ്ങണത്. എല്ലാത്തിനും നമ്മൾ ഈ കണ്ണനെ വിളിക്കും. എന്തിനും മേതിനും മാമച്ചൻ. അങ്ങനെ ഗൈസ്, മഴ പെയ്തിരിക്കുകയാണ്. നമ്മൾ വെയിലും മഞ്ഞും മഴയും കണ്ട് കൊളുക്കുമലയിൽ വന്നിട്ട് പിന്നെ ഇവിടെ നമ്മൾ പെട്ടുപോകും. മഴ പെയ്തത് ചളിപിളിയായാൽ നല്ല മഴയുണ്ട്. ചളിയാകുമ്പോ വണ്ടി സ്കിഡാവുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. ഞാൻ തെറിച്ചവിടെ ഇരിക്കാം. അപ്പൊ ഞാൻ വ്ലോഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഗൈസ്. ഇനി താഴെ എത്തിയിട്ട് കാണാം. താഴെ എത്തിയാൽ ബാക്കി നമുക്ക് അപ്പൊ കാണാം.
അങ്ങനെ നമ്മൾ ഓഫ് റോഡ് കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പൊ നമ്മൾ സാധാരണ റോഡിലൂടെ കുതിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിരപ്പള്ളി വാഴച്ചാൽ ഒരു മഴയൊക്കെ പെയ്ത് തോന്നുന്നു, ഒരു തണുത്ത കാറ്റൊക്കെ ആയിട്ട് ഇങ്ങനെ സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ. ചക്കു, ഈ ട്രിപ്പിൽ എന്താണ് ഏറ്റവും ഇഷ്ടമായത്? ഈ റൈഡാണോ? നിനക്ക് എന്താ ഏറ്റവും ഇഷ്ടമായത്? ഡോറയുടെ ആരതിക്ക് എന്താ ഏറ്റവും ഇഷ്ടമായത്? അല്ല, അവിടെ പറഞ്ഞോ മതി. ഈ ട്രിപ്പിലെ ഏറ്റവും മെമ്മറബിൾ, ഈ മൊത്തം ട്രിപ്പല്ല, കൊളുക്കുമല ട്രിപ്പല്ല, വിശപ്പുരമല എടുക്കാന്ന് പറഞ്ഞതാണോ? അത് താൻ ക്ലൂ കൊടുക്കാൻ പാടില്ല. ഇനിയിപ്പോ അത് തന്നെ അല്ലെങ്കിൽ വേറൊന്നും മനസ്സിൽ വരും. ഈ കൊളുക്കുമല ട്രിപ്പിൽ എന്താണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്? ഇതുവരെ ആയിട്ടില്ല. തിരിച്ചു പോണ വഴിക്ക് ബീഫ് കറി ഇഷ്ടം. അമ്മക്ക് എന്താ ഏറ്റവും ഇഷ്ടമായത്? മേലൊരു മല ഉണ്ടല്ലേ, എനിക്ക് അണ്ണനെയാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. നമ്മളെ കണ്ട മല ട്രക്കിൽ പോയത് അല്ലേ? പോയപ്പോ അണ്ണ ഒരു DSLR വാങ്ങിയിട്ട് ഒരു ഫോട്ടോഗ്രാഫി സർവീസ് കൂടി തുടങ്ങും. പേയബിൾ ഫോട്ടോ എടുത്ത് കൊടുത്തിട്ട് പൈസ വാങ്ങിച്ചോളൂ. നല്ല അടിപൊളി ഫോട്ടോ. ഇതൊക്കെ കാണിച്ചു കൊടുക്കുക, എന്നിട്ട് DSLR നമ്മൾ തിരിച്ചു പോകുന്ന വഴിക്ക് അണ്ണൻ്റെ ഫോണിൽ എടുത്തിട്ടുള്ള ഫോട്ടോസൊക്കെ കാണിച്ചു തരുമായിരുന്നു. പല പല ആൾക്കാർ, കപ്പിളിൻ്റെ ഫോട്ടോ, കപ്പിൾസിൻ്റെ ഫോട്ടോസ്, പിന്നെ ഒരു സോളോ ആയിട്ടൊരു പെൺകുട്ടി വന്ന കഥയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒരു നമ്മൾ ഇത്രയും ഒരു ഗ്രൂപ്പിന് 3000 ആയിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ, ജീപ്പിൻ്റെ സഫാരിയുടെ ചാർജ്. അപ്പോൾ ആ പെൺകുട്ടി ഒറ്റയ്ക്കാണ് വന്നത്. എന്നിട്ട് ജീപ്പ് എടുത്തിട്ട് വന്ന കാര്യവും അണ്ണൻ എടുത്തു കൊടുത്ത ഫോട്ടോസൊക്കെ കാണിച്ചു തന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ സിപ്പ് ലൈനിങ്ങിനൊക്കെ പോയി. 3 hourൻ്റെ സഫാരി എന്ന് പറഞ്ഞിട്ട് നമ്മൾ 6 hour എടുത്തോട്ട് അത് കംപ്ലീറ്റ് ചെയ്യാൻ. എന്നിട്ട് ആളും അങ്ങനെ എക്സ്ട്രാ ഇതൊന്നും ചാർജ് ചെയ്തൊന്നുമില്ല. ഹലോ ഗൈസ്, ഇന്നലെ ഫോൺ സ്വിച്ച് ഓഫ് ആയതുകൊണ്ട് വ്ളോഗ് അവിടെ പകുതി വഴിയിൽ നിന്നുപോയി. ഇതിനൊരു വ്ളോഗെന്നൊന്നും വിളിക്കാൻ പറ്റില്ല എന്ന് എനിക്കറിയാം. ഇതൊരു വ്ളോഗായിട്ട് ആരെങ്കിലും ഇത്ര നേരം കണ്ടിരുന്നെങ്കിൽ താങ്ക് യു സോ മച്ച്. ഞാൻ എൻ്റെ ഒരു ഓർമ്മയ്ക്ക് വേണ്ടി, ഓർമ്മകൾ കളക്ട് ചെയ്യുന്ന ഒരു അസുഖം എനിക്ക് പണ്ട് മുതലേ ഉണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഞാനിതെല്ലാം കൂടി ചേർത്ത് ഒരു വീഡിയോ ആക്കിയിട്ട് ഇവിടെ വെക്കുന്നു എന്നേ ഉള്ളൂ. കുറേ കഴിയുമ്പോൾ എനിക്ക് എടുത്ത് നോക്കാൻ വീണ്ടും. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഇതൊരു വ്ളോഗെന്ന് കരുതി കണ്ട് ഡിസപ്പോയിൻറ്റഡ് ആയെങ്കിൽ ഐ എം റിയലി സോറി. എനിക്ക് ഇതിൽ ഇത്രയും നിങ്ങൾക്ക് പറയാനുള്ള യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യം, നിങ്ങൾ കൊളുക്കുമലയിലെ സൺറൈസ് കാണാൻ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ സൂര്യനെല്ലിയിൽ സ്റ്റേ ബുക്ക് ചെയ്യണം. എന്നാലാണ് പുലർച്ചെ 4 മണിക്ക് നിങ്ങൾക്ക് ജീപ്പ് പോയിന്റിൽ എത്താൻ പറ്റുള്ളൂ. പിന്നെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയേക്കാവുന്ന ഒരു കാര്യം, ഞാനിപ്പോൾ ഈ വീഡിയോയിലൊക്കെ പറഞ്ഞ നമ്മളെ ഡ്രൈവർ അണ്ണൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽ ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ കമൻറ്റ് ബോക്സിലോ കൊടുക്കാം. അത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആവും. പിന്നെ 4 മണിക്കുള്ളതിനാണ് ജീപ്പിനാണ് പോകുന്നതെങ്കിൽ നിങ്ങൾ നേരത്തെ ബുക്ക് ചെയ്യണം എന്നാണ് അണ്ണൻ പറഞ്ഞത്. അതുപോലെ ഡിസംബർ ജനുവരി മാസമാണ് ഏറ്റവും ബെസ്റ്റ് സീസൺ അവിടെ സൺറൈസ് കാണാൻ വരാമെന്നും കൂടി അണ്ണൻ പറഞ്ഞു. അപ്പോൾ നിങ്ങൾ ഇത്ര നേരം ഈ വീഡിയോ കണ്ടിരുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം ഞാൻ ഷെയർ ചെയ്യണമല്ലോ അറ്റ് ദ എൻഡ് ഓഫ് ദിസ് വീഡിയോ. അപ്പോൾ അതിതാണ്. ഇതുപോലത്തെ വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ ഇഷ്ടമാണെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് അവർ ചാനൽ. അപ്പോൾ വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം ഹോപ്പ്ഫുള്ളി. അതുവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ.